ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസിന് വന്നുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആണ് അല്ലേ. ഒരുപാട് കണ്ടസ്റ്റൻസ് ഇങ്ങനെ പുറത്തു പോയി വരുന്ന ഒരു സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6. സോ നമ്മുടെ വൈൽഡ് കാർഡായിട്ടുള്ള പൂജ നമ്മുടെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് ഈ അടുത്താണ് പുറത്തോട്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ പനിക്കായിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസ്മിൻ, പിന്നെ സിജോ, എല്ലാവരും പുറത്തുപോയി വന്ന കണ്ടസ്റ്റൻസ് ആണ് ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട്. സോ അതിലിപ്പോൾ അടുത്തൊരാൾ കൂടെ പുറത്തോട്ട് പോകാൻ പോവാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സായി ആണ്. ഇപ്പോൾ സായിക്ക് സഹിക്കാൻ പറ്റാത്ത ബാക്ക് പെയിൻ ആണെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. സോ അദ്ദേഹത്തെ ബിഗ് ബോസ് വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സോ എനിക്ക് നല്ല വേദന ഉള്ളപ്പോൾ മാത്രമാണ് ഞാനത് പുറത്ത് പറയാറുള്ളത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ വൈഫിനൊക്കെ അറിയാം, കുറച്ചൊക്കെ വേദന ഉണ്ടെങ്കിൽ ഞാൻ സഹിക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ബിഗ് ബോസിനെ സായി അറിയിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ സായിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് ബിഗ് ബോസിന് മനസ്സിലാവുകയും ബിഗ് ബോസ് സായിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. സായിനെ ബിഗ് ബോസിലോട്ട് തിരിച്ചു വരുമോ അതോ പുറത്തോട്ടാണോ പോവാന്നുള്ളത് നമുക്കറിയില്ല. സോ സായി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം വൈൽഡ് കാർഡായി വന്നിട്ടുള്ള സായിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. സോ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ അടുത്തൊരു 2-3 ദിവസങ്ങളിലാണ് അദ്ദേഹം പവർ ടീമിലേക്ക് കയറിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഗെയിമൊക്കെ നമ്മൾ കാണാനായിട്ട് തുടങ്ങിയത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂ വന്ന് അദ്ദേഹം പുറത്തോട്ട് പോവാണ്. സോ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി അദ്ദേഹത്തിന് ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.